രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ നല്ല അടിപൊളി മഴയായിരുന്നേ. തലേ ദിവസം അപ്പത്തിന്റെ മാവും ദോശയുടെ മാവും ഒക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന്റെ മാവിലേക്ക് കുറച്ച് പഞ്ചസാര ഉപ്പ് കൂടിയിട്ട് നല്ലോണം ഇളക്കി. ദോശയുടെ മാവും നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കുറച്ച് നാനോട്ടിക്കുള്ളത് മാത്രം എടുത്തുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും അപ്പമായിരുന്നേ. അപ്പവും മുട്ടക്കറി ആ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാണ്. മുട്ട കുക്കറിൽ വെച്ചിട്ട് വേണ്ട സാധനങ്ങൾ കരിഞ്ഞു പറക്കി എടുക്കുവാണ്. പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മഴയുടെ പെയ്ത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കളക്ടർ മിക്കവാറും അവധി കൊടുക്കുന്നൊക്കെയാണ്. കൊച്ചിനെ വിളിച്ച് എണീപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഫോൺ ഒന്നുകൂടി എടുത്ത് നോക്കിയിട്ട് ഇനി ഗ്രൂപ്പിൽ വല്ല മെസ്സേജ് അവധിയൊന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം നാട്ടിനെ വിളിച്ച് എഴുന്നേപ്പിച്ചത്. ഞാൻ രാവിലെ എഴുന്നേരത്തേക്ക് വീട്ടിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇൻവെർട്ടറിന്റെ സഹായം ഉണ്ടായിരുന്നോണ്ട് തന്നെ വെട്ടം വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ മിക്സി ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ മുട്ടക്കറിക്കുള്ളതെല്ലാം അരിഞ്ഞു വറക്കി കഴിഞ്ഞപ്പോഴാട്ടോ അയ്യോ കറണ്ട് ഇല്ലല്ലോ എന്നുള്ള ബോധം വന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് നേരത്തെ മേടിച്ച കോക്കനട്ട് പൗഡറിന്റെ പാക്കറ്റിൽ കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് മുട്ടക്കറി അങ്ങ് സെറ്റാക്കി. പിന്നെ ഇത് നാനോട്ടിനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടേ. ഒരു ശരാശരി മലയാളിയുടെ വീട്ടിൽ രാവിലത്തേക്ക് അപ്പാടി വൈകുന്നേരത്തേക്ക് എന്തായാലും വട്ടയപ്പം ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. ഇതേ അങ്ങനെ വട്ടയപ്പം റെഡിയായേ. ചേട്ടയെ കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് വേഗം പിന്നെ കട്ടൻ ചായ വെച്ചേ. ചേട്ടയെ കഴിക്കാനായിട്ട് പ്ലേറ്റ് എടുക്കാൻ വന്നപ്പോഴായിട്ട് സിംഗിൽ ഒരു ലോഡ് പാത്രങ്ങൾ കിടക്കണ കണ്ടത്. കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി തന്നു കേട്ടോ. അച്ചിങ്ങാപ്പയർ വേവിച്ച് വെച്ചത് അങ്ങനെ റെഡിയാക്കി എടുത്തേ. ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒന്നാട്ടോ ചാള, നമ്മുടെ മത്തി. അത് വറക്കാനായിട്ട് ഇതേ തിരുമ്പുകയും ചെയ്തു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കൊഴുവയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൂടി അങ്ങ് വറുത്തെടുത്തേ. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചു വറക്കി എടുത്തു. ഇഷ്ടമല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഷേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഷാർജ ഷേക്ക്. രാവിലെ പൊതുവെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ്. സമയം ഉണ്ടാവില്ല, തിരക്ക് പിടിച്ച് കഴിക്കാനൊക്കെ മടിയാണ്. എനിക്കാണെങ്കിൽ സ്വസ്ഥമായിട്ട് ഇതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടം. ഇങ്ങനെ ലിക്വിഡ് പോലത്തെ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങി പൊക്കോളൂ. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ചവയ്ക്കോ പറക്കൊന്നും വേണ്ടല്ലോ. പണിയുടെ ഇടയ്ക്ക് കുടിക്കുകയും ചെയ്യാൻ സമയവും ലാഭിക്കാം. എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോ വീണ്ടും സിങ്ക് നിറയെ പാത്രങ്ങളായേ. അങ്ങനെ അതെല്ലാം കഴുകി പറക്കി വെച്ചു കേട്ടോ. ഞാനൊട്ടി പോയപ്പോ മഴ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ മഴയങ്ങ് തുടങ്ങിയേ. അങ്ങനെ അടുക്കള പരിപാടികളെല്ലാം കഴിഞ്ഞത് തുണി കഴുകാൻ വേണ്ടി മുകളിലേക്ക് വന്നു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.